നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. CPM-ന്റെ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കണിച്ചുകുളങ്ങരയിലെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും തളിപ്പറമ്പിലെ PK ശ്യാമളയുമാണ് പാർട്ടിയെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കളഞ്ഞത്. ഈ മൂന്ന് ശക്തികൾ ഒരുമിച്ചപ്പോൾ പാർട്ടി അമ്പാടും തോറ്റുപോയി. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ക്യാപ്റ്റൻസി, കപ്പിത്താൻ്റെ കുഴപ്പമല്ല, തന്ത്രപരമായ പാളിച്ചയൊന്നുമല്ല LDF-ന്റെ പതനത്തിന് കാരണം. ഈ മൂന്നുപേരുമാണ്. അല്ലാതെ അയ്യപ്പ സംഗമം നടത്തിയതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആകപ്പാടൊരു പ്രശ്നം യോഗിയായിരുന്നു. വെള്ളാപ്പള്ളി എന്നവിടെ വന്നു. PK ശ്യാമള തളിപ്പറമ്പിൽ കാറിൽ കൊണ്ടുവന്നു. അതെ, PK ശ്യാമള തളിപ്പറമ്പിലിരുന്ന് ഇതൊക്കെ നിരീക്ഷിച്ചു. അങ്ങനെയാണ് പാർട്ടി തോറ്റതെന്ന് വളരെ രസകരമായൊരു. അതങ്ങനെയാണ്. വളരെ പണ്ട് തൊട്ടേ ഈ ആടിനെ പട്ടിയാക്കുന്ന, അരി എത്ര എന്നുള്ള ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന മറുപടി പറഞ്ഞ് ആൾക്കാരുടെ വായടപ്പിക്കുന്ന ഒരു ശൈലി, അതാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനമോ, ഈ 10 കൊല്ലം ഭരിച്ച് 1.5 ലക്ഷം കോടി 1.25 ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്ന കേരളത്തെ 5 ലക്ഷം കോടിക്ക് മുകളിലേക്ക് കടത്തിലെത്തിച്ചതോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതിനും വിലക്കയറ്റമുണ്ടായതോ, ഈ സ്ത്രീ സുരക്ഷ അപകടത്തിലാക്കിയതിനോ, ക്രമസമാധാന നില തകർന്നതിനോ ഒന്നുമല്ല. അതൊന്നും അല്ല പരാജയത്തിൻ്റെ കാരണം. പരാജയത്തിൻ്റെ കാരണം പിന്നെ അയ്യപ്പ മഹാസംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചു. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുവന്നു. PK ശ്യാമളയെ സ്ഥാനാർത്ഥി ആക്കി. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുവന്ന അതേ പിണറായി വിജയൻ, അതേ പാർട്ടി. പിണറായി വിജയനെ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ അന്ന് വന്നത് മുഖ്യമന്ത്രിയുടെ കാറിൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞു. ഇതേ വെള്ളാപ്പള്ളിയാണ് ലീഗിനെതിരെ മലപ്പുറത്ത് SNDPക്ക് സ്കൂളുകൾ നൽകാൻ ലീഗ് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി ലീഗിനെതിരെയും UDF-നെതിരെയും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. അല്ലേ? വേണ്ടിയിട്ടാണ് അഴിച്ചുവിട്ടതെന്ന് ഇപ്പോൾ മനസ്സിലായത്. അതെ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെള്ളാപ്പള്ളി കൊല വിളിച്ചു. സതീശനായതുകൊണ്ടാണ് തിരിച്ച് ഞാൻ എൻ്റെ മാന്യത കൊണ്ട് തിരിച്ചൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല, സതീശൻ വളരെ തന്ത്രപരമായി നിലപാടെടുത്തു. കാരണം സമുദായ നേതാക്കളെ ഒന്നും ഞാൻ അങ്ങനെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പതുക്കെ അതിന്റെ ഗുണമുണ്ടായി. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആയപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ സതീശനുമായിട്ട് വലിയ ലോഹ്യത്തില്ല. നല്ല മുഖ്യമന്ത്രി. അല്ല, ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, CPM പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവ് ഈ പാർട്ടിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം പാർട്ടിയെ തകർത്തത് പിണറായിസമാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇപ്പോഴും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനില്ല എന്നുള്ളതാണ്. താഴെത്തട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷമായ എതിർപ്പ് ഉയർന്നു, വിമർശനമുയർന്നു. അത് ഏരിയ കമ്മിറ്റികളിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ശക്തി ഒന്നുകൂടെ കൂടി, അല്ലേ? അങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ വിശകലനങ്ങളിലൂടെ പാർട്ടി പരാജയ കാരണം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ്. താഴെത്തട്ടിൽ വളരെ ക്ലിയറാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ആ താഴെത്തട്ടിൽ അറിയുന്ന കാര്യങ്ങളെപ്പോലും എന്താ പറയുക, കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ഇതിൽ വായിച്ചത് എന്തിനാണ്? ഇവിടുത്തെ ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്താനും യുവതീ പ്രവേശനം ബലമായിട്ട് നടത്തിയതിൻ്റെ ആ പരിക്ക് മറയ്ക്കാനും, ഈ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ അയ്യപ്പ ഭക്തന്മാർ, അമ്മമാർ ഒക്കെ നാമജപ പ്രതിഷേധവും അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നപ്പോൾ പോലീസ് കേസെടുത്ത് അവരെ എല്ലാം എന്താ പറയുക, നിയമത്തിൻ്റെ വഴികളിലൂടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദണ്ട് ഉപയോഗിച്ച് അവരെല്ലാം ക്രൂശിക്കാൻ ശ്രമിച്ചു.
അതൊക്കെ ഒന്ന് മയപ്പെടുത്താൻ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ അങ്ങ് മറന്നുപോകും. അയ്യപ്പ ഭക്തരും ഈ നാമജപ ഘോഷയാത്ര നടത്തിയതിന് കേസിൽപ്പെട്ട അമ്മമാരും ഒക്കെ അതൊക്കെ അങ്ങ് മറക്കും എന്നാണ് CPM-ഉം പിണറായി വിജയനും ധരിച്ചിരുന്നത്. റിപ്പോർട്ട് പ്രകാരം CPM പിണറായി അല്ല, വേറെ ആരോ ചെയ്തതാണത്, സർക്കാർ ചെയ്തതാണ്. അല്ല, അതെ അതെ, ഇത് CPM അറിഞ്ഞിട്ടല്ലേ യോഗിയുടെ സന്ദേശം വായിച്ചത്? അതെ, അല്ലാതെ വായിക്കുമോ? ഞാനത് അന്നെന്തോ കേട്ടതാണ് കേട്ടോ, പിന്നെ അതങ്ങ് മറന്നുപോയി. കാരണം എന്നാല് ഒരു സന്ദേശം വായിച്ചാൽ എന്തിരിക്കുന്ന ഒരു വിവാദം അല്ലേ? ഇപ്പോഴാണ് അത് ഓർമ്മ വരുന്നത്. ഈ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് അന്നങ്ങനെ യോഗി ആദിത്യനാഥ് ഒരു സന്ദേശം വായിച്ചത് പ്രശ്നമായല്ലേ എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. പിന്നെ പിണറായി വിജയൻ അറിഞ്ഞിട്ടല്ലേ അത് വായിച്ചത്? അപ്പോൾ ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയ മുഖ്യമന്ത്രിയും പിണറായി വിജയനും രണ്ടുപേരാണോ? അല്ല, അത് വെള്ളാപ്പള്ളിയാണെന്ന് അറിയാതെ കാറി കയറ്റിയതാണ്. അങ്ങനെയാണ്. വെള്ളാപ്പള്ളിയാണെന്ന് അറിഞ്ഞില്ല. വരുന്ന വഴിക്ക് പമ്പയിലേക്ക് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് കാറി കയറ്റിയത്. പമ്പയിലേക്ക് വരുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ മോട്ടോർക്കേഡ് പമ്പയിലേക്ക് വരുന്ന വഴിക്ക് പത്തനംതിട്ട ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ഒരു ശബരിമല തിരിയുന്നൊരു ടേണിംഗ് ഉണ്ടല്ലോ പത്തനംതിട്ട ജംഗ്ഷനിൽ നിന്നും, അവിടെ വെച്ച് ഒരാൾ കൈ കാണിച്ചു. അപ്പോൾ ഇരുമുടി കെട്ടുണ്ടായിരുന്നു, മഞ്ഞ പീതാംബര വസ്ത്രധാരിയാണ്, ഇത്തിരി തടിയുണ്ട്. അനിയ പമ്പയിലേക്കാണോ ഞാനും കൂടി പോരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നാ വന്നോളൂ, അയ്യപ്പ സംഗമത്തിന് പോവുകയാണ്, ഒരു ഭക്തനെയും പിണക്കാൻ പാടില്ല, അതുകൊണ്ട് സ്വാമി ശരണം. അങ്ങനെ അദ്ദേഹം ഒന്ന് മാറിക്കൊടുത്തു. പക്ഷെ അത് തോൽവിക്ക് കാരണമായി എന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പറയുന്നത്. പിന്നെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം, അല്ല അതും കാരണമില്ലെന്ന്, അതൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് വെള്ളാപ്പള്ളി തള്ളിപ്പറഞ്ഞില്ല, CPM-നെ വിമർശിച്ചത്രേ. പക്ഷേ വെള്ളാപ്പള്ളി ഇപ്പൊ വിമർശിക്കുന്നതും കൊന്ന് കൊല വിളിക്കുന്നതും ഒക്കെ ഇപ്പൊ കോൺഗ്രസ്സുകാരാണ്, UDF-നെയും ഒക്കെയാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് തിരിച്ച് പ്രതികരിക്കുന്നത്, പക്ഷേ കൊണ്ടത് ഇവിടെയാണ്. അല്ല, അത് വളരെ കൃത്യമാണെന്നേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് പിണറായി അറിയാതെയാണല്ലേ? ആയിരിക്കും, എനിക്ക് പിണറായി അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം എതിർത്തനെ. അദ്ദേഹത്തിന് ധർമ്മടം മാത്രമേ. അതെ, ധർമ്മടവും ബേപ്പൂരും അത് രണ്ടിടവും ജയിച്ചല്ലോ. ഞെരുങ്ങിയാണെങ്കിലും ജയിപ്പിച്ചു. ഇച്ചിരി വെള്ളം കുടിച്ചെങ്കിലും ജയിച്ചു. അല്ല, ഞാൻ പണ്ടും CPM ഈ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റു കഴിഞ്ഞാൽ പണ്ടൊക്കെ EMS നമ്പൂതിരിപ്പാടാണ് മറുപടി പറയുന്നത് പത്രക്കാർ ചോദിക്കുമ്പോൾ. അത് പിന്നെ ജാതി മത വർഗീയ സമുദായ ശക്തികളുടെ അന്തർധാര UDF-ന് അനുകൂലമായിരുന്നു. പിന്നെ കുത്തക ബൂർഷ്വ മുതലാളിമാർ കണ്ടമാനം പണമൊഴുക്കി, അതുപോലെ തന്നെ മദ്യരാജാക്കന്മാർ മദ്യമൊഴുക്കി, ഇങ്ങനെയൊക്കെ പറഞ്ഞ അന്ന് RSS വളരെ കുറവാ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ RSS-ന് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റുന്ന ഒരു കാലമല്ല. ഞാനും പലതവണ അഭിമുഖം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബൈറ്റ് വേണമെന്ന് വെച്ചാൽ അദ്ദേഹം കൈലി കൊടുത്ത് ഇതേ എല്ലാ പത്രക്കാരോടും അത് പറയുന്നതിനൊരു രീതിയുണ്ട്, അതറിയാലോ. അപ്പോൾ ഇത് അന്ന് തൊട്ടേ പാർട്ടി പിന്തുടരുന്ന ഒരു നയമാണ്. അത് EMS-ന് ശേഷം പിന്നാലെ വന്നവരെല്ലാം ഇങ്ങനെ തന്നെ. അത് നമ്മുടെ പിന്നെ മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് കണക്ക്. അത് അവിടെ പിന്നെ മലബാറിൽ ഇത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തി, അതിൽ ഇത്ര ശതമാനം പാർട്ടിക്ക് കിട്ടി. പിന്നെ തെക്കൻ കേരളത്തിൽ പാർട്ടിയെ പിന്നെ അങ്ങനെ എന്താ പറയുക, നിഷ്പക്ഷരായ വോട്ടർമാർ പാലം വലിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ എന്താ പറയുക, വാക്കുകൾ കൊണ്ട് കോണ കൊടുപ്പിക്കുക. ആ പരിപാടിയാണ് CPM എല്ലാ കാലത്തും. മറ്റേ നമ്മുടെ ഏരിയ കമ്മിറ്റികളിലൊക്കെ അവർക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രബന്ധമായിട്ട് ഒരു പ്രസ്താവന, അതിങ്ങനെ താഴെ തട്ടിലോട്ട് ഏറ്റവും താഴത്തെ. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിച്ചത്? വോട്ട് ശതമാനം നോക്കുമ്പോൾ CPIM ആണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടി. UDF ജയിച്ചിരിക്കാം, അത് വെറും സാങ്കേതികമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടി ആരാണ് എന്ന് ചോദിച്ചാൽ അത് CPIM ആണ് എന്നാണ് ഉത്തരം. അപ്പോൾ സത്യത്തിൽ ആരാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്? ജനങ്ങൾ പിന്തുണച്ചത് CPIM-നെയാണ്. മറ്റത് വെറും സാങ്കേതികമല്ലേ? ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ വട്ടത്തിലാക്കാനുള്ള കഴിവ് CPM-ന് മാത്രമേ. ഇതാണ് പറഞ്ഞത്, തോറ്റെന്ന് ഞങ്ങൾ തോറ്റെന്ന്. ഇപ്പോഴും 35 സീറ്റിൽ ഒതുങ്ങി എന്ന് CPM വിശ്വസിക്കുന്നില്ല. LDF ഒതുങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല. ഇവർക്ക് 26 ഉള്ളൂ. അല്ല, അതാണ് അവരുടെ
എന്താ പറയുക, നിലനിൽപ്പിന് ആധാരം. അതെ, ആ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം അല്ലാതെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധത കൊണ്ടോ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലം കൊണ്ടോ ആശയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടോ ഒന്നുമല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്ന, മാർക്സിസം എന്ന് പറയുന്ന ആശയം പൊട്ടിപ്പൊളിഞ്ഞ ഒരു സിദ്ധാന്തമാണെന്ന് ലോകം മുഴുവനും അംഗീകരിക്കുകയും അതിനെ ലോകം മുഴുവൻ തിരിച്ചറിയുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ കേരളത്തിൽ വലിയ പ്രബുദ്ധരായതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ കുറച്ച് സമയം കൂടി എടുക്കും, ഇരിക്കട്ടെ. പക്ഷേ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം, ഇതാണ് ആടിനെ പട്ടിയാക്കുക. അപ്പോൾ എന്ത് പറഞ്ഞും ഇവിടെ എന്താണ് വേണ്ടത്? ശരിക്കും പിണറായി വിജയനല്ല തോൽവിയുടെ ഉത്തരവാദി. പിണറായി വിജയൻ പാർട്ടിയെ തോൽപ്പിച്ചു, പിണറായി വിജയൻ കാരണം പാർട്ടി തോറ്റു, മുന്നണി തോറ്റു, ഭരണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. 2021 ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? തുടർഭരണം കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ഒക്കെ അല്ലേ, അതുകൊണ്ടല്ലേ പാർട്ടിക്ക് ഇത്രയും ഗംഭീരമായ വിജയം കിട്ടിയത്. 92 93 സീറ്റ് ഉണ്ടായിരുന്ന 2016 കിട്ടിയ എനിക്ക് തോന്നുന്നു 92 തോന്നുന്നു, 92, ഒരു സീറ്റ് BJP, 47 സീറ്റ് കോൺഗ്രസ്, UDF, അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ അതിൽ നിന്ന് 93 എന്നുള്ളത് 98 99 ആയി അല്ലേ? ആ 99 ആയത് ആരുടെ മിടുക്കുകൊണ്ടാ? അത് പിണറായി വിജയൻ്റെ മിടുക്കാണ്. അത് പിന്നെ നമ്മുടെ ശ്രീമതി വീണ ജോർജ് സഭയിൽ വലിയ വായിൽ ഉച്ചത്തിൽ പ്രസംഗിച്ചല്ലോ, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, കാരണം ഇതിനൊരു കപ്പിത്താനുണ്ട്, ഇതിനൊരു ക്യാപ്റ്റനുണ്ട്, ആ ക്യാപ്റ്റൻ ഈ കപ്പലിനെ തകരാൻ അനുവദിക്കുകയില്ല സാർ എന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ചത് നമ്മളൊക്കെ കേട്ടതല്ലേ. ഞാനപ്പനെ പറഞ്ഞില്ലേ, തോളിലേറ്റുന്നതും ഭവാൻ വലിച്ചിറക്കുന്നതും. അപ്പോൾ പിന്നെ 2021 വിജയം പിണറായി വിജയന്റെ മിടുക്ക് കൊണ്ടാണെങ്കിൽ 2026 പരാജയവും പിണറായി വിജയൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അന്ന് വിജയന്റെ വിജയമാണെങ്കിൽ ഇത് വിജയന്റെ അന്നത്തെ അതേ പിണറായി വിജയൻ സ്വീകരിച്ച തന്ത്രങ്ങളൊക്കെ തന്നെയല്ലേ 2026 അല്ലാതെ പാർട്ടി എന്തെങ്കിലും തന്ത്രം ഒരുക്കിയോ? എനിക്കറിയില്ല. പിണറായി വിജയൻ ഏർപ്പാട് ചെയ്ത PR ഏജൻസികളും PR ഗ്രൂപ്പുകളും വർക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഏറ്റവും താഴെ തട്ടിൽ ഒരു ബ്രാഞ്ചിലെ പ്രവർത്തനത്തിൽ പോലും അവിടെ എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിച്ചത് PR ഏജൻസികളാണ്, PR ഗ്രൂപ്പുകളാണ്, അല്ലാതെ പാർട്ടിക്കാരല്ല. നോക്കൂ, 2016 അവരൊരു ഇതിറക്കി, LDF വരും, എല്ലാം ശരിയാകും അല്ലേ? 2021 അതുപോലെ ഒന്നുണ്ടായിരുന്നല്ലോ, അത് ഞാൻ മറന്നുപോയി, ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല. എന്തായാലും ഇങ്ങനെ അത് ജോൺ ബ്രിട്ടാസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം പിണറായി വിജയൻ്റെ ബുദ്ധി, പിണറായി വിജയൻ്റെ തീരുമാനം, പിണറായി വിജയൻ്റെ താല്പര്യം, അതിനൊക്കെ അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സാധനം തീർച്ചയായിട്ടും 26 തോൽവിയും അദ്ദേഹം തന്നെ, 21 ജയത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണെങ്കിൽ 26 തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കും. അവരാണ് ചോദ്യം ചോദിച്ചത്, 26 ക്യാമ്പയിൻ ബേഡ് ഞങ്ങളല്ലാതെ മറ്റാര്? ഞങ്ങളല്ലാതെ, LDF അല്ലാതെ മറ്റാര്? അപ്പം UDF പറഞ്ഞു അയ്യപ്പൻ്റെ സ്വർണം കട്ടത് നിങ്ങളല്ലാതെ മറ്റാര് സഖാക്കളെ? അങ്ങനെ ഒരു പാരഡി ഗാനം അതും വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിൽ പോയി, ഒരു കാര്യം ഇവർ മറന്നുപോയി. അതായത് അയ്യപ്പൻ്റെ ഈ പറഞ്ഞ ശ്രീകോവിലിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചത് അത് ഞങ്ങളാണ് എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അവരുടെ ദേവസ്വം മന്ത്രിമാരിരുന്ന കാലത്ത്, അവരുടെ ദേവസ്വം പ്രസിഡന്റുമാരിരുന്ന കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. അതവർ സൗകര്യപൂർവ്വം മറന്നു, വിസ്മരിച്ചു. എന്നിട്ട് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതാണ് അവരെ തോൽപ്പിച്ചത്. അല്ലാതെ സ്വർണ്ണക്കൊള്ള കൊണ്ടൊന്നുമല്ല. ഞങ്ങൾ തോറ്റതിന് കാരണം യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ഇവിടെ അയ്യപ്പ മഹാസംഗമത്തിൽ വായിച്ചു, വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് ഇറക്കി, ഇലക്ഷൻ സമയത്ത് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞില്ല. അതായത് വളരെ ബാലൻസ്ഡാണ്. ഒന്ന്, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചു, അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? മുസ്ലിം ന്യൂനപക്ഷം അകന്നുപോയി. ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി അവിടെ കൊണ്ടുവന്നു, അപ്പോൾ എന്ത് പറ്റി? മുസ്ലിം ന്യൂനപക്ഷം അകന്നുപോയി. നോക്കൂ, ഇവിടെ എല്ലാം വളരെ കൃത്യമാണ്. അതായത് ഈ പാർട്ടിയെ തോൽപ്പിച്ചത് പാർട്ടിയുടെ സ്ഥിരം വോട്ട് ബാങ്ക് ആയിരുന്ന ഈഴവ സമുദായം
കാലുമാറിയത് കൊണ്ടല്ല. ഒരു ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്ന CPM, KK രാഗേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? കണ്ണൂർ UDFൻ്റെ വോട്ട് ബാങ്ക്, UDFൻ്റെ അണികൾ, UDFനൊപ്പം നിൽക്കുന്നവർ ഒരിക്കലും BJPക്ക് ഒപ്പം പോവില്ല. BJPയുടെ ലക്ഷ്യം അവരല്ല. BJPക്ക് ഒപ്പം പോകാൻ സാധ്യതയുള്ളത് LDFൻ്റെ അണികൾ, ഞങ്ങളുടെ വോട്ടുകളാണ് എന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുകളാണ്. അതാണ് BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് EDA ഉപയോഗിക്കുന്നത്. ഞങ്ങളെ തകർത്ത ഹിന്ദു വോട്ട് ബാങ്ക് പിടിച്ചെടുക്കാൻ. ഇത്ര പച്ചയ്ക്ക് വർഗീയത പറയണത് വേറെ എവിടെയെങ്കിലും കേട്ടോ? ആ വോട്ട് ബാങ്ക് ഇപ്പോൾ 2026 പോയില്ലേ? പോയി. 2026 മാത്രമല്ല 24 പോയി. 2024 അത് പോയത് കൊണ്ടാണ്, അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു അല്ലേ? അതാണ് CPMനെ വരളി പിടിപ്പിച്ചത്. അതാണ് പിണറായി വിജയൻ്റെ നില തെറ്റിച്ചത്. അങ്ങനെയാണ് പിണറായി വിജയൻ മലപ്പുറം ജില്ലയ്ക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ എന്നുള്ള നാട്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ ചാരി മുസ്ലിം സമൂഹത്തെ പഴി പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനാണ് ശ്രമിച്ചത്. അത് കൂനിന്മേൽ കുരുവായി. കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല. ഹിന്ദുക്കളും കൈവിട്ടു, മുസ്ലിം ന്യൂനപക്ഷവും കൈവിട്ടു, എല്ലാവരും കൈവിട്ടു. ഇത് എല്ലാ ഈ കുതന്ത്രങ്ങളും പയറ്റുന്നവർക്കുള്ള ഒടുവിലത്തെ അടിയാണ്. ആലോചിച്ചിട്ട് എത്തുമ്പോഴും കിട്ടുന്നില്ല. പിന്നെയും നമ്മുടെ കീഴ്ഘടകങ്ങളിലേക്ക് അവരുടെ അഭിപ്രായത്തിനുവേണ്ടി വിട്ടേക്കുകയാണ്. കീഴ്ഘടകങ്ങളിൽ ഇനി എത്ര അഭിപ്രായം എടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ പറ്റ്, അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കണ്ടമാനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ്. പിണറായി വിജയൻ ഈ മുസ്ലിം സമൂഹത്തിലെ ഒരു ഭാഗം മുസ്ലിങ്ങളെ അടർത്തിയെടുത്ത് അതിൽ നിന്നൊരു ഭാഗം കൂടാതെ LDFനൊപ്പം നിർത്താനായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചു. കുറേയൊക്കെ വിജയിച്ചു. നമ്മുടെ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള വിഭാഗങ്ങൾ ഇവരുമായിട്ട്, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ ഇവരുമായിട്ട്, അതായത് ശരിക്കു പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു വിധ്വംസക സ്വഭാവം എന്നതിനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അത് തന്നെയാണ്, പക്ഷേ കാന്തപുരം അങ്ങനെയല്ല. എങ്കിലും സുന്നികളുടെ പ്രധാന ഗ്രൂപ്പുമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരു വിഭാഗം, അങ്ങനെയുള്ളവരെ കൂടെ പിടിച്ച് വിമത ഗ്രൂപ്പുകളെ പിടിച്ചാണ് CPM മുസ്ലിം വോട്ട് കുറേ നേടിയിരുന്നത്. ചില മണ്ഡലങ്ങളിലൊക്കെ വിജയിച്ചത് അങ്ങനെയാണ്. കുഞ്ഞാലിക്കുട്ടിയെ 2006 തോൽപ്പിച്ച് KT ജലീൽ ജയിച്ചു വന്നത് അങ്ങനെയാണ്. അവിടെ കൃത്യമായിട്ട് അത് കൈവശപ്പെടുത്തി അതിൻ്റെ കൂടെ ഈ ഹിന്ദു വോട്ട് ബാങ്ക്, പരമ്പരാഗതമായിട്ട് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈഴവ സമുദായം പ്ലസ് വർഗ ബഹുജന സംഘടനകൾ, ഇതെല്ലാം ചേർന്ന ഒരു സംവിധാനം, ഒരു നെറ്റ്വർക്ക്, ഇതെല്ലാ കാലത്തും ശാശ്വതമായിട്ട് ഇങ്ങനെ നിൽക്കും എന്ന് കരുതി. അതിനാണിപ്പോൾ അടി കിട്ടിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞപ്പോൾ വെപ്രാളമായി. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഈ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായി. കാരണം ഇലക്ഷൻ എടുത്തപ്പോഴാണ് കാന്തപുരം നമ്മുടെ പ്രധാനമന്ത്രി പോയി കണ്ടത്. അത് മാത്രമല്ല, അതും തീർന്നു. അതെ, അത് വേറെ എന്താവശ്യത്തിനാണെങ്കിലും ശരി, അത് ഈ പറഞ്ഞതുപോലെ അത് അവരുടെ കാര്യം. പക്ഷെ അത് ഈ CPMനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവരിപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ നിഴലിനോട് യുദ്ധം ചെയ്യുന്നു. ഈ ഇരുട്ടത്ത് കറുത്ത പൂച്ചയെ, ഇല്ലാത്ത കറുത്ത പൂച്ചയെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പാർട്ടിക്ക് സംഭവിച്ചത്. താഴെ ഘടകങ്ങളോട് നിങ്ങൾ പറയൂ സഖാക്കളെ, പിണറായി ആണോ തോൽവിക്ക് കാരണം? അല്ലെന്ന് പറയൂ. ഇത് പാർട്ടിയുടെ ഒരു സ്ഥിരം തന്ത്രമാണ്. അതിവിടെ അവർ ഭംഗിയായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇനിയും CPMന് തകർച്ചയല്ലാതെ വളർച്ച ഉണ്ടാകും എന്ന് കരുതാൻ മാത്രം ഉള്ള ഒന്നും, അരിയാഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കില്ല. CPM വളരും, CPM തിരിച്ചു വരും എന്ന് വിചാരിക്കില്ല. പക്ഷേ ആത്യന്തികമായിട്ട് CPMന് വലിയ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. അത് ബംഗാളിൽ സംഭവിച്ചതുപോലെ അല്ല, അതിനേക്കാൾ ഭീകരമായ രീതിയിലായിരിക്കും കേരളത്തിൽ പാർട്ടി തകരാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 26 സീറ്റ്, CPIMന് കിട്ടിയിരിക്കുന്ന 26 സീറ്റും മറ്റവർക്ക് കിട്ടിയിരിക്കുന്ന 8 സീറ്റും ജനതാദളിൻ്റെ 1 സീറ്റും ഒന്നും ശാശ്വതമല്ല. അത് വലിയ വെല്ലുവിളികൾ പാർട്ടിയെ കാത്തിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം പിണറായിസമാണ്. പിണറായിസത്തിൽ നിന്നൊരു മോചനം പാർട്ടിക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
അതിൻ്റെ കാരണങ്ങൾ മറ്റു ചിലതാണ്. അതിലേക്ക് നമുക്കിപ്പോൾ പോകാൻ നിർവാഹമില്ല, നമ്മുടെ സമയപരിധി കൊണ്ട് പോകാൻ നിർവാഹമില്ല. ആ പിണറായിസം തീർച്ചയായിട്ടും CPIM-ലെ കമ്മ്യൂണിസത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. അതാണ് ഈ പിണറായിക്കൊപ്പം, അതായത് പിണറായിക്കൊപ്പം നിൽക്കുന്നവരല്ല, പിണറായിക്കൊപ്പം പാർട്ടിയും അത് പ്രയോഗിക്കണം. അതെ അതെ അതെ, അത് അവരുടെ അജണ്ട അങ്ങനെയാണ്. കാരണം പിണറായിയെ വിട്ടിട്ടുള്ള ഒരു കളിയും ഇനിയില്ല എന്ന് പാർട്ടി നേതൃത്വം അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പാർട്ടിയുടെ ഗതി എന്തായിത്തീരും എന്ന്. തീർച്ചയായിട്ടും.